ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷിഭവനിൽ നിന്നും 20ഓളം തൈകൾ കിട്ടിയിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ. ഇത് 20 ഗ്രോ ബാഗിലേക്ക് നടാൻ പോവാണ്. 20 ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. 20 ഗ്രോ ബാഗിലേക്ക് ഏകദേശം 10 കൊട്ട മണ്ണാണ് ഇവിടെ എടുക്കുന്നത്. ഈ മണ്ണ് 2 ആഴ്ച മുന്നേ കുമ്മായിട്ട് ഇളക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം, ഒരു 3 കൊട്ട ചാണകപ്പൊടി വേണം. ഇതിലേക്ക് ചകിരി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കമ്പോസ്റ്റ് തന്നെയാണ്, ചകിരി ചോറല്ല, ട്രീറ്റ് ചെയ്ത ചകിരി കമ്പോസ്റ്റാണ്. 2 കൊട്ട മണലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ മണ്ണുകളിൽ വലിയ കട്ടകളുണ്ടാവും, മൺകട്ടയും കല്ലും ഇങ്ങനെ സാധനങ്ങൾ, അത് നമുക്കൊരു നെറ്റ് വെച്ച് തരിച്ചെടുക്കണം. തരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യം കരിയിലയാണ്. കരിയില ഗ്രോ ബാഗിലേക്ക് അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ കരിയിൽ നിന്ന് തേക്കിൻ്റെ ഇലകളൊക്കെ മാറ്റണം. തേക്കിൻ്റെ ഇലകൾ മണ്ണിൽ ദ്രവിക്കാൻ കുറച്ച് സമയമെടുക്കും. എല്ലാ ഗ്രോ ബാഗിലേക്കും കരിയില നമുക്ക് അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചാണകം വെള്ളമാണ്. ചാണകം കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ ഗ്രോ ബാഗിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ 20 ഗ്രോ ബാഗും മണ്ണെല്ലാം നിറച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 20 ഗ്രോ ബാഗാണ് നിറച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നടാനുള്ളതാണ്, ക്യാരറ്റൊക്കെ നടാനുള്ളതാണ്. ഇനി ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നടലൊക്കെ നാളെ രാവിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ നടുന്ന വീഡിയോ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ ഈ ഗ്രോ ബാഗുകളെല്ലാം നമുക്ക് അപ്സ്റ്റെയറിന് മുകളിൽ എത്തിക്കാം. ഇപ്പോൾ സമയം രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കാം. ഗ്രോ ബാഗെല്ലാം ടെറസിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ, ക്യാബേജ്, കുറച്ച് ക്യാരറ്റിൻ്റെ തൈകളും നടാം. അപ്പോൾ നമ്മളിവിടെ തൈകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇത് ക്യാബേജിൻ്റെ തൈയാണ്, ഇത് കോളിഫ്ലവറിൻ്റെ തൈയാണ്, നടാനുള്ളതാണ്. അതുപോലെ കുറച്ച് ക്യാരറ്റിൻ്റെ തൈകളും ഉണ്ട്, പിന്നെ കുറച്ച് മുളക് തൈയും ഉണ്ട്. നമുക്ക് ഈ തൈകളൊക്കെ ഗ്രോ ബാഗിലേക്ക് നടാം. തൈകൾ നടാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രോ ബാഗിലും ഇതുപോലെ കുഴിയെടുത്ത് കൊടുക്കാം. ഈ ഗ്രോ ബാഗുകളെല്ലാം ഒരു ഓടിന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ടെറസിന് മുകളിൽ നേരിട്ട് ഗ്രോ ബാഗുകൾ വയ്ക്കരുത്. തൈകൾ ഓരോന്നായിട്ട് നമുക്ക് ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് കോളിഫ്ലവറിൻ്റെ തൈയാണ്. നമുക്കിനി മുളക് തൈ വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാബേജ് തൈകളും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ക്യാരറ്റ് തൈയാണ്, ഇതുകൂടി നട്ടു കൊടുക്കാം. ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇതൊക്കെ ശീതകാല പച്ചക്കറികൾ പെടുന്നവയാണ്. ഈ സമയത്ത് ഈ പച്ചക്കറികൾ നട്ടാൽ നല്ല ഗ്രോത്തായിട്ട് വളരും. ക്യാരറ്റ് തൈ ഒരു ഗ്രോ ബാഗിൽ ഞങ്ങൾ 2 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ തൈകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുന്നേ നട്ട ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണ്. ഇത് നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട്. നമ്മൾ തൈകളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് വരും വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.